ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. തുടരും തുടർന്നോണ്ടേയിരിക്കും. അതെ, അത്രല്ല. എന്തായാലും ഒറ്റക്കൊമ്പൻ കാട് കയറി അല്ലേ? കാട് ഇറങ്ങി എന്നാണോ കാട് കയറി? കാട് കയറി എന്ന് പറഞ്ഞേക്കാനാണ് പറയുന്നത്. അതെന്തിനായിരിക്കും? അതൊരു ഗംഭീര തിരിച്ചുവരവിന് വേണ്ടിയിട്ടായിരുന്നു കാട് കയറിയത്. അതല്ല, കാട്ടില് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ അല്ല, കാട്ടിലാണല്ലോ എല്ലാം. അതെ, ഓക്കെ. എന്തായാലും ഈ ഒരു ക്യാപ്ഷനിൽ തന്നെ ഒരു വീഡിയോ നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ട്രോൾ വീഡിയോ ആണ്. കാണാം. PK ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം? ഓക്കെ, ഫ്ലാഷ് ബാക്ക് ആണല്ലോ. ഈ സംഭവം, അതായത് ഈ ഡയലോഗ് സിനിമയിലില്ല. അത് എല്ലാവരും എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുകയല്ലേ കുട്ടിച്ചനോട് പറയുന്നത്. അത് ട്രെയിലറിൽ മാത്രമേ ഉള്ളൂ. ട്രെയിലറിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്ത സാധനമായിട്ട് അത് ഇന്ന് നമുക്ക് പലർക്കും മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അതായത് മഴ, ലാലേട്ടൻ, ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും അത് ശരിക്കും പുറത്ത് വരട്ടെ എന്നുള്ളത് അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണത്. തീർച്ചയായിട്ടും. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. അതിലൊന്നും ഒന്നര നിർത്തലേ. അതെ, ഞാനിത് കുറെ നാളായിട്ട് കേൾക്കുക. അന്ന് മുതൽ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? എന്തിനാ ഇതൊക്കെ ചെയ്യിക്കുന്നേ? ലാലേട്ടന്റെ ഒരു സ്ലീപ്പർ സെൽ ഫാൻസ് ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ എന്തിറങ്ങിയാലും ഈ പറയുന്ന പോലെ പരാതിയും പരിഭവമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ആ മനുഷ്യൻ എന്താണോ ആ മനുഷ്യൻ നല്ലത് ചെയ്യുമ്പോൾ കൈയടിക്കാനും മോശം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സ്ലീപ്പർ സെൽ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓഡിയൻസിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവരിറങ്ങണം ഈ സിനിമ ഇറക്കിച്ചു. ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. വിജയം നിനക്കാണോന്ന് അറിയില്ല. ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും. എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. എന്താ കുഞ്ഞവരാൻഷാന്നൊരു ചിരി? നിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയാകുമെന്ന് എനിക്ക് തോന്നില്ല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും. പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ അത് സാധിച്ചു തരാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. നീ ഉണ്ടാവില്ലടാ എന്റെ കൂടെ. ഉണ്ടാവില്ലതോ? എന്നാ ഞങ്ങളൊക്കെ ചോദിക്കുന്നേ. ഉங்களுக்காக முன்னுக்கு வந்து நிப்பனேன். கண்டிப்பா முன்னுக்கு நிப்பனேன். பாருங்களேன். നമുക്ക് കാണാം. ഫ്ലാഷ്ബാക്ക്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അതാണ് പിന്നെ കിളി പോയി സാറേ. എന്റെ കിളി പോയി സാറേ. പുരിയല്ലേ? ഓ ഒമ്പോ, ഇതെന്താ സാധനം? മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആരൊക്കെ വന്നു പോയി, എന്നിട്ട് 10-25 വർഷമായിട്ട് ഞാൻ ഈ നിപ്പ് നിൽക്കുന്നു. അത് വെറും ഒരു നിപ്പല്ല. 1 തൊട്ട് 10 വരെ ഈ ഒരാളല്ലേ ഉള്ളൂ. നമ്പർ 11 വേണ്ടവന്മാര് തമ്മിൽ അടിക്കട്ടെ. തിരിച്ചെത്തിയിട്ടുണ്ട്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞു ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. സത്യം പറഞ്ഞിട്ടായി ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേന്നോ? അങ്ങനെ വെറുതെ കയറി വന്നതല്ല. വിന്റേജ് മോഹൻലാൽ എന്നും ക്ലാസിക് മോഹൻലാൽ എന്നും സ്റ്റൈലിഷ് മോഹൻലാൽ എന്നും കാലാകാലങ്ങളിൽ നേടിയ പട്ടങ്ങളെ ഉരുക്കി ചേർത്തുരുക്കിയ പവർഫുൾ ആയ ഒരു ഷൺമുഖനുമായാണ് ഈ വരവ്. വരവ് മാത്രമല്ല, പേര് കൊത്തിയിട്ട സിംഹാസനം വലിച്ചിട്ട് ഇരുപ്പുറപ്പിച്ചിട്ടുമുണ്ട്.
ഇത് മോളിവുഡ് അല്ല, മോഹൻലാൽ വുഡാണെന്ന ആരാധകരുടെ അഹങ്കാരത്തിന് വിശ്വാസത്തിന് മേലാണ് രാജാവ് തന്നെ ചെങ്കോല് കുത്തി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കതിൽ വലിയ ആശങ്ക ഉണ്ടാവാൻ സാധ്യതയില്ല. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും തലമുറകളുടെ നായകനായിട്ടുള്ളൊരു മോഹൻലാലിനെ കാണാൻ നടത്തത്തിന്റെ രീതിയാണ്, ഒരു പതിഞ്ഞ താളത്തിലെ നടത്തം ഈ നൃത്തത്തിലുണ്ട്. അവനെ കണ്ടത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. സിനിമ ഒരുപാട് മുമ്പേ പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ മൂർത്തി. എനിക്ക് ഇത്തരം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നല്ല സിനിമയായിട്ട് ഇത് മാറും. മൂർത്തി വളരെ പ്രതീക്ഷ ഒരു ഡയറക്ടറായിട്ട് മാറട്ടെ. മാറി നീ വലിയവനാടാ. നിങ്ങൾ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കാത്തിരുന്നൊരു ലാലേട്ടനില്ലേ, ഒരു ഭാരം എന്നോണം അയാൾക്കുമേൽ കെട്ടിവെച്ച സൂപ്പർ സ്റ്റാർഡം അഴിച്ചു വെച്ചൊരു പെർഫോമറുടെ വരവില്ലേ, നമ്മളിൽ ഒരാളായി റോ ആയി പച്ചമണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു മോഹൻലാലില്ലേ, തുടരും കാത്തുവെച്ചത് സമ്മാനമായിരുന്നു. നിങ്ങൾ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, പേടിക്കേണ്ടടുത്ത് പേടിക്കും. നിങ്ങൾ പുള്ളി എന്ത് ഇമോഷൻസ് ആണ് നമുക്ക് തരുന്നത്, അത് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ലാലേട്ടൻ ഉണ്ട് മക്കളെ. ആ മനുഷ്യനെ ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട്. മോഹൻലാൽ തുടരും. ലാലേട്ടന്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പണ്ടത്തെ ആ ഒരു ഇതില് തിരിച്ചു ഞെട്ടിച്ച് നല്ല അടിപൊളി സൂപ്പർ പടം. നിൽക്കാൻ പോലും ഇല്ലാത്ത തിരക്കാണ്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ഷോക്കുള്ള വണ്ടികൾ കയറിയിട്ടില്ല. ഇത് ഈ ഷോയുടെ വണ്ടികളാണ്. കിട്ടിലം പടം എന്ന് വെച്ചാൽ കിട്ടിലം പടം, ഒന്നും പറയാനില്ല. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എക്സലന്റേക്കാളും ഒക്കെ അപ്പുറത്തൊന്നും വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു നിമിഷം പോലും നമ്മൾ ഇങ്ങനെ ആയിരിക്കും സ്ക്രിപ്റ്റ് മാറുന്നത് ചിന്തിച്ചില്ല. കുറച്ച് ഡൗട്ട് അവിടെ ഇവിടെ ഒക്കെ തന്നു. മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തുടരും. എല്ലാരും കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയെ എന്തല്ലേ ഡൊറാഡോ വീഡിയോ ഒരു മുതല ഡൊറാഡോ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും വീഴുന്നത് മോനെ എന്താ സാധനം. ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നിയൊരു കാര്യം, അതായത് ഇതിന് മുൻപ് അങ്ങനെ ഒരു ചിന്തൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതിലെ മാടമ്പിയിലെ സീനില്ലേ, അത് ലാലേട്ടനോട് പറയുന്നുണ്ടല്ലോ 1ഉം 2ഉം അങ്ങനെ 10 വരെ നീ തന്നെയല്ലേ, ഒരു സാധാരണ നിപ്പല്ലല്ലോ, 11ാമതിന് വേണ്ടിയിട്ടുള്ളവര് ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞത്. അതായത് ഈ കാട്ട മോഹൻലാൽ ഫാൻസ് പോലും ഈ രീതിയിലൊരു സംഭവം പറഞ്ഞിട്ടില്ല, ഉണ്ടാവൂല സത്യം. അതായത് 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ, മത്സരിക്കുന്നവർ 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ 11ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചോട്ടെ എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പ് ഇത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അല്ല, നമ്മൾ ആരും അത് മൈൻഡ് ചെയ്തിട്ടില്ല. അതായത് 10 വരെ, അതായത് ലാലേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1, അത് കഴിഞ്ഞ് പിന്നെ നോക്കി വേറെ രീതിയിലുള്ള അളന്നു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തും ലാലേട്ടൻ തന്നെ. അങ്ങനെ 3, 4, 5 ലാലേട്ടന്റെ പേര് തന്നെയാണ് സത്യം. പിന്നെ 11ന് വേണ്ടിയിട്ട് മറ്റുള്ളവർ തള്ളു കൂടട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടുന്നവര് കൂടിക്കോട്ടെ, അത്രേ ഉള്ളൂ. അത് എന്തൊരു വലിയൊരു ഡയലോഗ് അല്ലത് ശരിക്കും. അത് ആ സിനിമയിലും ശരിക്കും അത് ലാലേട്ടന് വേണ്ടി തന്നെ പറഞ്ഞൊരു സാധനം. പക്ഷേ ഒരു സംശയമല്ല, അത് നമ്മൾ അത്ര ശ്രദ്ധിക്കാണ്ട് പോയി എന്നുള്ളത് മാത്രം. ഞാനത് ഇപ്പോഴാട്ടോ എന്റെ ഉള്ളിൽ ഇപ്പോഴാണ് ആ സാധനം തന്നെ വരുന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് അത് വന്നപ്പോഴേക്കേ കറക്റ്റ് സാധനം. പിന്നെ ഡൊറാഡോ എന്റെ മോനെ ആ സമയത്തേക്ക് കറക്റ്റാ എല്ലാം ഈ മാറുന്ന സാധനവും ആ സീനും. ഇനി വേറൊരു കാര്യം കൂടി, ആ ഒരു തിയേറ്റർ ഏരിയ കാണിച്ചു അവിടെ ആ സമയത്ത് കിട്ടുന്നൊരു വൈബ് അല്ലേ. അതായത് നമുക്ക് എന്താണെന്നറിയോ, നമ്മുടെ ഉള്ളിൽ
കുറച്ചെങ്കിലും ഒരു വിഷമം തോന്നിയിട്ട് എന്നിട്ട് അങ്ങനത്തെ ഒരു സിനിമ അങ്ങനെ കയറി അടിച്ചാൽ പോലും നമുക്ക് ഇത്ര സന്തോഷം കിട്ടൂല, ഒരിക്കലുമില്ല. ഇതിങ്ങനെ പരിപൂർണമായി തൃപ്തി നമുക്ക് തന്നു സിനിമ. എന്നിട്ട് ഇങ്ങനെ ജനങ്ങൾ കൂടുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേപോലെ ഒരു അതായത് മലയാളത്തില് ഈ തിയേറ്റർ പൂരപ്പറമ്പാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതേപോലെ കഴിയുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവൂല. അതാണ് ഈ 1, 2, 10 വരെ അത് അതിലുണ്ടല്ലേ, അതൊരു സത്യം. എല്ലാം നമ്മളിപ്പോ ഇങ്ങനെ വെച്ച് പറയുമ്പോ 2ാം സ്ഥാനത്തേക്ക് വേറെ ആള് വരുന്നുണ്ട്. അതെ, ഇത് 1 കഴിഞ്ഞാൽ 2ാമത് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് 10 വരെ എണ്ണി തീർന്നു. ഇനി 11 മുതൽ എണ്ണണം. 11, 12 ഒക്കെ ഇനി ആരൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് മത്സരം നടക്കുന്നത്. അതിപ്പോ ഈ ബോക്സ് ഓഫീസ് രീതിയിലുള്ളതും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും സിനിമകളുടെ കാര്യത്തിലാണെങ്കിലും ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ വരും. ഇപ്പൊ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ എന്നുള്ളത് ഒരു സംഭവമുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ ശരിക്കും? ലാലേട്ടനാണ്. പിന്നെ റെക്കോർഡുകൾ കണക്ക് വെച്ച് നമുക്ക് റെക്കോർഡുകൾ നിരത്തുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതില് ഇപ്പൊ വാദിക്കുക എന്നുള്ളതല്ല, വാദിക്കേണ്ടതിന് നമുക്ക് വാദിച്ചുകൊണ്ടേ വെറുതെ വാദിക്കേണ്ട സാഹചര്യം വന്നുകൊണ്ട് വാദിക്കാം. പക്ഷെ കണക്ക് വെച്ച് നിരത്തിയിട്ട് നമ്മൾ സംസാരിക്കൂലേ, അതില് ലാലേട്ടനുള്ളത്. പിന്നല്ലാണ്ട് ഇനി നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ പല സംഭവങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ലാലേട്ടൻ്റെ സിനിമകളും ലാലേട്ടൻ്റെ സിനിമകളുടെ സീനുകളും പാട്ടുകളുമാണ്. അതാണ് നമ്മളെ ഏത് മൂഡിലാണോ ആ മൂഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ചെയ്തു വെച്ച് പോയിട്ടുള്ള ആളാണ്. മറ്റുള്ളവർക്ക് ഇല്ലാന്നല്ല, 1, 2, 3 ഒക്കെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരു 4 ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ, എണ്ണി എടുക്കാവുന്നേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് കൂടുതൽ അത് എണ്ണം പറഞ്ഞ സാധനങ്ങളുണ്ടാവും. അതൊരു സത്യമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ 1, 2, 3, 4 അങ്ങനെ പറയുമ്പോ കുറെ ഉണ്ട്. അത് ഇനി ആളുടെ കയ്യിലുള്ള നമ്പറുകളായാലും അതൊരു സത്യം. ഇനി വേറെ ഇപ്പൊ അടുത്തൊരു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓർമ്മ ഉണ്ടോ, ഇപ്പൊ ഞാൻ ഭയങ്കര തമന്ന ഫാനാണ്. തമന്ന ഫാൻ ആവുന്നത് എന്തുകൊണ്ടാ? തമന്ന ഡാൻസ് ചെയ്തിട്ട് ഡാൻസ് കണ്ടിട്ട്, അതായത് ആളുടെ കയ്യിൽ ആള് ഒരു വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം എന്നുള്ള ഒരു നടിയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല, പക്ഷെ ഡാൻസ് കണ്ട് മാത്രം. തീർച്ചയായിട്ടും. അപ്പോൾ ലാലേട്ടൻ്റെ അതിലേക്ക് നോക്ക്, എന്തും ഏതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാള്. ഞാനതാ പറയാൻ വന്നത്, അതായത് ആളുടെ കഴിവുകൾ വെച്ചിട്ടും എണ്ണുകയാണെങ്കിൽ 10 എണ്ണം ആളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതായത് തമന്നക്ക് ഇപ്പോൾ ഉള്ള ഫാൻസ് ഈ നമ്മുടെ ജയിലറിലെ സോങ് ഉണ്ടല്ലോ, അതിനൊക്കെ ശേഷം നന്നായിട്ട് കുറച്ച് കൂടിയത് അത് ഡാൻസ് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള ലാലേട്ടൻ്റെ ആക്ഷൻ ആണെങ്കിലും ഈസിനെസ്, അഭിനയിക്കുന്നിടത്തുള്ള ഈസിനെസ്, ഏത് രീതിയിലുള്ള കഥാപാത്രങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കഴിവ്, ഇനി ഡാൻസിന് ഡാൻസ്, ഫൈറ്റിന് ഫൈറ്റ്, എല്ലാ രീതിയിലും നോക്കുമ്പോൾ നമ്പറുകൾ കയ്യിലുള്ളതും എണ്ണി നോക്കുമ്പോൾ 10 കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ എണ്ണാൻ പറ്റുള്ളൂ. അതെന്തായാലും തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ലാലേട്ടൻ്റെ നടനെ കുറിച്ച് നമ്മൾ ഓരോ പോയിന്റ് എടുത്തിട്ട് എഴുതുവാണെങ്കിൽ ആളുടെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 10 ഓ 15 പോയിന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും. മറ്റുള്ളവരുടെ എത്ര നോക്കിയാലും ചിലപ്പോ അത്രയ്ക്ക് എത്തില്ല. അതും ആകെ കുറച്ച് നമ്പറുകളുണ്ട്. ആ ഒരു സാധനമാണ് ഇത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇതിനകത്ത് എന്തെന്നറിയോ, തിലകൻ പറഞ്ഞൊരു സാധനം തന്നെയാണ്. തിലകൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവമാണ്, ലാലേട്ടന് ഇത്ര സിമ്പിളായിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ല. ലാലേട്ടന്റെ വലിപ്പം ലാലിന് അറിയില്ല. അതെ, ഞങ്ങൾ ശരിക്കും തുടരും സിനിമയെ കുറിച്ച് പറയാൻ വന്നിരുന്നതാണ്. അതെ, അതൊരു സത്യം. ഇപ്പൊ ശരിക്കും ലാലേട്ടനിലേക്ക് പോയില്ലേ? അതങ്ങനെയാണല്ലോ, തുടരും സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെ പോകും. തുടരും സിനിമയുടെ ഇതിന് ഇത്രയും കളക്ഷൻ കിട്ടി, അതാണ് ഇതാണ്, ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നിരുന്നതാണ്. പക്ഷെ നമ്മളിപ്പോ തുടരും സിനിമയെ കുറിച്ച് മാത്രമല്ല, ലാലേട്ടൻ എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞ കാര്യം. അല്ല, അതും അങ്ങേരുടെ പേരിന്റെയും അങ്ങേര് ചെയ്തു വെച്ചിട്ടുള്ളതിന്റെ ഒരു പവർ തന്നെയാണ്. നമ്മൾ എന്ത് സംസാരിച്ച് തുടങ്ങുന്നോ അതാണ്. അതായത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജനസാഗരം, ഈ സംഭവവും അത് ഇപ്പൊ പണിതുണ്ടാക്കിയതല്ല. അതാണ് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ട്, അതായത് ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്, അതിൽ നിന്ന് വരുന്നതാണ്. തരുൺമൂർത്തി പറഞ്ഞ സ്ലീപ്പർ സെല്ല്. അത് എന്തൊക്കെ ലാലേട്ടനെ കുറിച്ച്, അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. എത്ര മോശം സിനിമകൾ വന്നാലും ഒന്നും മിണ്ടാണ്ട് മാറി നിൽക്കും. നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു സിനിമ വരുന്നു ലാലേട്ടൻ്റെ, വളരെ മോശം സിനിമ വരുന്നു, അതിന് ഭയങ്കരമായിട്ടുള്ള വിമർശനം വരുന്നു, ഭയങ്കരമായിട്ടുള്ള ട്രോളും വരുന്നു. ഇത് കണ്ടിട്ട് ഇതിനായിട്ട് പ്രതിരോധിക്കാൻ ഇറങ്ങുന്നൊരു വിഭാഗമുണ്ട്. ലാലേട്ടനിൽ തന്നെ ഒരു വിഭാഗം ഫാൻസ്. അങ്ങനെ അല്ലാതെ എണ്ണത്തിൽ കൂടുതലുള്ളത്, അതായത് മെജോറിറ്റി ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട് വേദനിക്കുന്നവരായിരിക്കും. അതിനെതിരെ പറയുന്നില്ല, സംഭവിച്ചല്ലോ, ഇത് ലാലേട്ടൻ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ വിഷമിക്കുന്ന
ഒരു വിഭാഗം. അവരുടെ ഉള്ളിലായിരിക്കും ആ ഉള്ളിലായിരിക്കും വിഷമം. അത് കൂടുതലാണ് തീർച്ചയായിട്ടും എണ്ണത്തിൽ. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ടീമിനെയാണ് ഇവിടേക്ക് ഇറക്കുന്നത്. അതെ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് വേണമെങ്കിൽ നോക്കാം. ഇപ്പം എമ്പുരാൻ റിലീസ് ചെയ്തു. ഇതുപോലെ ഈ 60 വയസ്സായ 70 വയസ്സായ 80 വയസ്സായ ആൾക്കാരാരെങ്കിലും തിയേറ്ററിലോട്ട് ഇടിച്ചു കുത്തി കയറുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? അത് നമ്മൾ കണ്ടു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ലാലേട്ടന്റെ പക്ക ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അത് നീരിലും ഇതേപോലെ അതെ ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രക്ക് വന്നിട്ടില്ല. തുടരുവിന് അതിനേക്കാളും വരും. കാരണം നമ്മൾ നേരിനെയും തുടരുവിനെയും വെച്ച് ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. പിന്നെ തീർച്ചയായിട്ടും അതായത് എല്ലാ പരിപാടികളും ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടലാണ്. അപ്പോൾ ആ ഒരു അല്ലേ സത്യം അത് തുടരുവിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇളകും. ഓക്കെ. അപ്പോൾ തുടരും സിനിമയിലുള്ള അത് ആ ഒരു സംഭവം അത് എമ്പുരാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നേരിൽ കിട്ടിയതിനേക്കാളും അപ്പുറത്തേക്കാണ് ഇപ്പോൾ തുടരിൽ കിട്ടുന്നത്. കാരണം ഒരു ഫാമിലി ഡ്രാമ, കൊച്ചു ഫാമിലി ഡ്രാമ ഫിലിം, കുടുംബത്തിനെ അളക്കാനുള്ള കഴിവ് ഒന്ന് അത് കാണിച്ചു തന്നതും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ലാലേട്ടൻ. തീർച്ചയായിട്ടും. പിന്നെ ഇതിന് കഴിവുണ്ടായിരുന്നു നിവിൻ പോളിക്ക്. നിവിൻ പോളി ഒന്ന് ഇളക്കിയായിരുന്നു. ഭയങ്കര കഴിവുണ്ടായിരുന്നു ദിലീപിനും. ഇത്രക്ക് കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഫാമിലിനെ ഇളക്കാനുള്ള? ഫാമിലിന് പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഇവര് തന്നെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ ഇവര് തന്നെ. തീർച്ചയായിട്ടും. പിന്നെ ഇങ്ങനത്തെ ഒരു അതായത് ഫാമിലി ഇന്ന ആളുടേതാണെങ്കിൽ ഫാമിലി എന്നെ കൊണ്ടുപോകും എന്ന് വീട്ടിലെ മുതിർന്നവർ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മറ്റേ ജയറാമിന്റെ കുറച്ച് കാലം ആ ഒരു കാലഘട്ടത്തിൽ ജയറാമും ഇതേപോലെ തന്നെ ഫാമിലീസിനെ ഭയങ്കരമായിട്ടും കൊണ്ടുനടന്ന ഒരാളായിരുന്നു. എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു കുഞ്ഞു സിനിമ കൊണ്ട് തന്നെ ഇത്രയും മറ്റേ സ്ലീപ്പർ സെല്ലിനെയൊക്കെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള കഴിവ് തന്നെയാണ്. ഇത് കുഞ്ഞതാണെങ്കിൽ ഇനി വലുത് വരാനുണ്ട്. തീർച്ചയായിട്ടും വരാനുണ്ടായിരിക്കട്ടെ. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. 2025 അത് തൂക്കി.